പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം മുഴുവൻ നിശബ്ദമാകുന്ന ദിവസമാണ്. വെൽക്കം ടു ഡേ 48. ഇന്ന് നാം നിൽക്കുന്നത് വിധി തീർപ്പിൻ്റെയും പരിഹാസത്തിൻ്റെയും മധ്യത്തിൽ നിൽക്കുന്ന യേശുവിൻ്റെ കൂടെയാണ്. ഒരു കൊച്ചു ചിന്തയിൽ നിന്ന് തുടങ്ങാം. ഒരിക്കൽ ഒരു മനോഹരമായ വീണ ഒരു മൂലയിലിരിക്കുകയായിരുന്നു. അതിൻ്റെ കമ്പികൾ മുറുക്കിയപ്പോൾ അത് വേദനയോടെ കരഞ്ഞു. എന്നെ എന്തിനാണ് ഇങ്ങനെ വലിച്ചു മുറുക്കുന്നത്? എന്നാൽ സംഗീതജ്ഞൻ പറഞ്ഞു, നിന്നെ മുറുക്കിയില്ലെങ്കിൽ നിന്നിൽ നിന്ന് സംഗീതം വരികയില്ല. ദ സ്ട്രിങ്സ് ആർ ടൈറ്റൻഡ് ടു പ്രൊഡ്യൂസ് ദ മ്യൂസിക്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നമ്മെ തകർക്കാനല്ല, നമ്മളിലെ സ്നേഹത്തിൻ്റെ സംഗീതം പുറത്തു കൊണ്ടുവരാനാണ്. യേശുവിൻ്റെ മുറിവിൽ നിന്നാണ് ലോകത്തിന് രക്ഷയുടെ സംഗീതം ലഭിച്ചത്. ദുഃഖവെള്ളി, സ്നേഹത്തിൻ്റെ ബലി. ഇന്ന് നാം കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പം ചിന്തിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ്. അനന്തമായ ക്ഷമ, ഫോർഗിവ്നെസ് അറ്റ് ഹിസ് പീക്ക്. തന്നെ തല്ലുന്നവർക്കും പരിഹസിക്കുന്നവർക്കും വേണ്ടി യേശു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഫാദർ, forgive them, for they know not what they do. ശത്രുവിനെ സ്നേഹിക്കാൻ യേശു കുരിശിലിരുന്ന് നമ്മെ പഠിപ്പിച്ചു. നിശബ്ദതയുടെ ശക്തി, ദ പവർ ഓഫ് സൈലൻസ്. ഹെറോദോസിൻ്റെയും പിലാത്തോസിൻ്റെയും മുന്നിൽ അവിടുന്ന് മിക്കവാറും നിശബ്ദനായിരുന്നു. തെറ്റുകാരനല്ലെങ്കിലും കുറ്റപ്പെടുത്തലുകൾക്ക് മറുപടി നൽകാതെ അവിടുന്ന് എല്ലാം സഹിച്ചു. സൈലൻസ് ഈസ് സംടൈംസ് ദ ലൗഡസ്റ്റ് ആൻസർ ടു ഹേറ്റഡ്. പൂർത്തീകരിക്കപ്പെട്ട ദൗത്യം, മിഷൻ അക്കംപ്ലിഷ്ഡ്. കുരിശിൽ കിടന്ന് യേശു പറഞ്ഞു, എല്ലാം പൂർത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇതൊരു തോൽവിയല്ല, മറിച്ച് ലോകത്തിൻ്റെ പാപങ്ങൾ കഴുകിക്കളയാൻ വന്ന ദൈവകുമാരൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണമാണ്. ദ ക്രോസ് ഈസ് നോട്ട് എ ട്രാജഡി ബട്ട് എ ട്രൈംഫ് ഓഫ് ലവ്. നമുക്ക് വേണ്ടിയുള്ള ബലി, ദ സാക്രിഫൈസ് ഫോർ us. യേശു കുരിശിൽ മരിച്ചത് അവിടുത്തെ തെറ്റുകൊണ്ടല്ല, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. അവിടുത്തെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ബൈ ഹിസ് വൂണ്ട്സ് വി ആർ ഹീൽഡ്. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മെക്കുറിച്ച് ഇല്ലാത്തത് പറയുമ്പം, അല്ലെങ്കിൽ നമ്മെ കളിയാക്കുമ്പം നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടാറില്ലേ? ഡു യു റിയാക്ട് വിത്ത് ആങ്കർ വെൻ യു ആർ ഇൻസൾട്ടഡ്? ഇന്ന് നമുക്ക് ആ ക്രൂശിതനായ യേശുവിനെ നോക്കാം. തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശു. ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മെ വേദനിപ്പിച്ച ഒരാളോട് ഇന്ന് മനസ്സാക്ഷമിക്കാം. അവരുടെ തിന്മയ്ക്ക് പകരം നന്മ ചെയ്യാം. To forgive is to set a prisoner free and discover that the prisoner was you. കുരിശിലെ ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നിറയട്ടെ. കുരിശ് തകർച്ചയല്ല, സ്നേഹത്തിൻ്റെ വിജയമാണ്. The cross is not a sign of defeat but the ultimate victory of love. ഈ ക്രൂശിതൻ്റെ സ്നേഹം മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. കർത്താവിൻ്റെ പീഡാനുഭവ സ്മരണയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.